കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ഇറങ്ങുകയാണ്. ഈ പടം കാണുന്നതിന് മുമ്പ് ആക്ച്വലി ഇതുവരെയുള്ള നടന്നിട്ടുള്ള കഥ ഫുൾ അറിയണമെങ്കിൽ ഒരു 10-15 പടങ്ങളും ഒരു 7-8 സീരീസുകളൊക്കെ തന്നെ കാണണം. പണിഷറും ഡെയർ ഡെവിളും ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മറ്റെല്ലാ സ്പൈഡർമാൻ റിലേറ്റഡ് കണ്ടൻറ്റുകളെല്ലാം തന്നെ ഹൾക്കും ഒക്കെ കണ്ടാലാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുക. സോ ഇനിയിപ്പോൾ അതിനുള്ള ടൈമില്ല, പെട്ടെന്നെല്ലാം ഒന്ന് ഒരു ക്വിക്ക് റീക്യാപ്പ് വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ആ പടങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആ പടങ്ങൾ കാണുന്നത് തന്നെയാണ് നല്ലത്. ഓൾറെഡി പടങ്ങൾ കണ്ടിട്ട് ഉള്ളവർക്ക് ഇതൊന്ന് പെട്ടെന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ മിനിമൽ കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് ഓൾറെഡി നമ്മളിതിപ്പോൾ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ മൂന്നാമത്തെയാണ് നമ്മളിപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നല്ല മാർവലിൽ തന്നെ കാണുന്നത്. ഓൾറെഡി നമ്മൾ ടോബി മഗ്വയറുടെ സ്പൈഡർമാൻ ഒരു 3-4 അപ്പിയറൻസ് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ദെൻ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ ഇപ്പോൾ ഒരു 3 അപ്പിയറൻസ് ആയി, ആളുടെ 2 പടങ്ങൾ. ദെൻ ഈ ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് നടത്തിയിട്ടുള്ളത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനാണ്. അറൗണ്ട് 7-8 പടമാണ്. സോ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ ഒറിജിൻ എന്തായിരുന്നു, എവിടെ നിന്ന് വന്നു, ആൾ കണ്ടിട്ടുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ്, ആളുടെ ഒരു ലൈഫ് ഇപ്പോൾ എവിടെയാണ് പോയി നിൽക്കുന്നത് എന്ന് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പടത്തിന് മെയിനായിട്ട് ആവശ്യം. അതിൻ്റെ കൂടെ ഈ ഒരു പടത്തിൽ എക്സ്ട്രാ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ആളുടെ ഗേൾഫ്രണ്ടായ MJ, പിന്നെ നെഡ് എന്നുള്ള ക്യാരക്ടറൊക്കെ നമ്മൾ സ്പൈഡർമാൻ്റെ കഥ പറയുന്നതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ടാവും. ഇതല്ലാതെ നമുക്ക് ഹൾക്ക് വരുന്നുണ്ട് ഈ ഒരു പടത്തിൽ. മെയിൻ ക്യാരക്ടറാണെന്ന് ഓൾറെഡി നമ്മൾ ട്രെയിലർ തന്നെ കണ്ടിട്ടുണ്ട്. ദെൻ പണിഷർ എന്നൊരു ക്യാരക്ടർ ഓൾറെഡി TV സീരീസുകളിൽ മാത്രം ഒതുങ്ങി നിന്നൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ജോൺ ബെർണദലിൻ്റെ പണിഷറിൻ്റെ ഡയറക്റ്റ് MCU അപ്പിയറൻസ്, ആദ്യത്തെ MCU അപ്പിയറൻസ് ആണ് നമ്മൾ ഈ ഒരു പടത്തിൽ കാണാൻ പോകുന്നത്. സോ ആ ഒരു ക്യാരക്ടർ ആരാണ്, എവിടെ നിന്ന് വന്നു, എവിടെയാണ് ഇപ്പോൾ ആ ഒരു ക്യാരക്ടർ ഉള്ളത്, ഈ ഒരു പടത്തിൽ ഏതാണ് മൂപ്പരുടെ സ്റ്റാൻഡ് എന്നുള്ളത് ആളുടെ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ മനസ്സിലാവും. ദെൻ ഡെയർ ഡെവിൾ, ആ ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിൽ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പടത്തിൻ്റെ പ്രിമേഴ്സ് അനുസരിച്ച് മിക്കവാറും ആ ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ആ ഒരു ക്യാരക്ടർ എവിടെ നിന്നായിരുന്നു, ഇപ്പോൾ എവിടെയാണോ ഉള്ളത് എന്നുള്ളത് കൂടി ഈ ഒരു ചെറിയൊരു ഗീക്കപ്പിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വളരെ മിനിമൽ ടൈം കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കൊല്ലരുത്. സോ നമുക്ക് ആദ്യം തന്നെ ഹൾക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒരു MCUവിലെ ആദ്യത്തെ ഹൾക്ക് പടം. അതിന് മുമ്പ് പുറത്തിറങ്ങിയുള്ള നമ്മുടെ എറിക് ബാന ഹൾക്കായിട്ട് വന്നിട്ടുള്ള ഒരു പടം, അത് MCUവിൽ അടങ്ങുന്നൊരു പടമല്ല. ആക്ച്വലി നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറയുന്നത് നമ്മുടെ അയൺമാൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്തിറങ്ങിയ പടമായിരുന്നു. ഇത് ആക്ച്വലി MCUവിൽ ഇൻറ്റൻറ്റ് ചെയ്ത പടം തന്നെയാണ്. കുറേ പേർക്ക് ഈ ഒരു പടം MCUവിലെ പടം അല്ല എന്നാണ് വിചാരം. പക്ഷേ ഇത് ആക്ച്വലി MCUവിലെ പടം തന്നെയാണ്. ഈ ഒരു പടത്തിൽ വന്നിട്ടുള്ള മറ്റു കുറേ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അവർ മിലിറ്ററി ജനറലായിട്ടുള്ള ക്യാരക്ടറും പിന്നെ നമ്മുടെ അബോമിനേഷൻ എന്നുള്ള ക്യാരക്ടറും വില്ലൻ ക്യാരക്ടറൊക്കെ തന്നെ മറ്റ് സിനിമകളിലൊക്കെ തന്നെ പിന്നെ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ ഹൾക്ക് എന്നൊരു ക്യാരക്ടറിന് ആദ്യം നമ്മുടെ എഡ്വേർഡ് നോർട്ടൺ ആയിരുന്നു സ്ക്രീനിൽ കൊണ്ടുവന്നത്. ആളായിരുന്നു ഹൾക്കായിട്ട് അപ്പിയർ ചെയ്ത്. പക്ഷേ സ്റ്റുഡിയോയ്ക്കിടയിലുള്ള ക്രിയേറ്റീവ് ഡിഫറൻസ് കാരണമാണ് പിന്നീട് ആളെ റിപ്ലേസ് ചെയ്ത് മാർക്ക് റഫല്ലോനെ നമ്മൾ ഹൾക്കായിട്ട് കണ്ടത്. പിന്നീടുള്ള എല്ലാ പടങ്ങളിലും നമ്മൾ മാർക്ക് റഫല്ലോനെയാണ് കണ്ടത്. സോ നമ്മളിപ്പോൾ ടോബി മഗ്വയറുടെയും മറ്റേ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെയൊക്കെ സ്പൈഡർമാൻ വന്ന പോലെ ഹൾക്കിൻ്റെ വേറൊരു വേരിയൻറ്റ് വരാനൊരു ചാൻസും ഇല്ല. കാരണം ആ ഒരു ക്യാരക്ടർ തന്നെയാണ് മാർക്ക് റഫല്ലോ ഏത് ക്യാരക്ടറിനാണ് പ്രസൻറ്റ് ചെയ്തത് അതേ ക്യാരക്ടർ തന്നെയാണ് നമ്മൾ ഇൻക്രെഡിബിൾ ഹൾക്കിൽ കണ്ടത്. സോ ഇൻക്രെഡിബിൾ ഹൾക്കിലായിരുന്നു ഈ ഒരു ഹൾക്ക് എന്നൊരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി നമുക്ക് കാണിച്ചത്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഈ ബ്രൂസ് ബാനർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ആളൊരു ഗാമ റേഡിയേഷൻ അടിച്ചിട്ടായിരിക്കും ഈ ഹൾക്ക് എന്നൊരു ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ആയത്. പിന്നീട് അങ്ങോട്ട് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ തന്നെ ഈ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ആവും. പിന്നെ ആളുടെ കയ്യിലൊന്നും നിൽക്കില്ല. ആൾക്കായി കഴിഞ്ഞപ്പോൾ ഇവരുടെ മൈൻഡൊന്നുമില്ല. പിന്നെ എല്ലാം അടിച്ച് ഫുൾ സ്മാഷിങ് പരിപാടിയായിരുന്നു. ആ ഒരു പടത്തിൽ നമ്മൾ അബോമിനേഷൻ എന്നൊരു ക്യാരക്ടറും കണ്ടു. ആ ഒരു ക്യാരക്ടറിനെ അതും ഇതുപോലെ ഹൾക്ക് പോലെ ഒരു ഗാമ റേഡിയേഷൻ അടിച്ച് ട്രാൻസ്ഫോം ആയ ഒരു ക്യാരക്ടറിനാണ്. ആ ഒരു ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്യുന്നത് വരെയായിരുന്നു ഇൻക്രെഡിബിൾ ഹൾക്കിൽ നമ്മൾ കണ്ടത്. ഇത് നമ്മൾ അവഞ്ചേഴ്സ് പടത്തിലേക്കും നിക് ഫ്യൂരി നമ്മുടെ ലോക്കിയുടെ ഇൻവേഷൻ തടുക്കാൻ വേണ്ടിയിട്ട് ടീം ഉണ്ടാക്കാനുള്ള അവഞ്ചേഴ്സ് ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൾക്കിനെ തേടിയെത്തും. സോ പിന്നീട് ഹൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ ആ ഒരു അവഞ്ചേഴ്സ് പടത്തിൽ ഫുള്ളായിട്ട് ഹൾക്ക് കിടന്ന് സ്മാഷ് ആയി നമ്മൾ ഫുള്ള് കണ്ടതാണ് ഹൾക്കിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഐ വാസ് ഓൾവേസ് ആംഗ്രി എന്ന് പറഞ്ഞ ക്യാപ്റ്റനോട് പറയുന്ന ഒരു സീൻ. അത് കഴിഞ്ഞിട്ട് ഫുൾ ഹൾക്കിൻ്റെ ആ ഒരു ടോട്ടൽ സ്മാഷിങ് പരിപാടിയായിരുന്നു അവഞ്ചേഴ്സ് പടത്തിൽ മുഴുവനായിട്ട് കണ്ടത്. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് എത്തിയപ്പോൾ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എത്തിയപ്പോഴേക്കും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഈ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷേ അപ്പോഴേക്കും ഒരു ലവ് ഇൻട്രസ്റ്റ് സ്കാർലെറ്റ് ജോഹാൻസൻ്റെ ബ്ലാക്ക് വിഡോ എന്നൊരു ക്യാരക്ടറായിട്ട് ഈ ഒരു ക്യാരക്ടറിന് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ പടത്തിൻ്റെ അവസാനം ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് ഫുള്ള് പ്രശ്നമാണ്, ഞാൻ കാരണം ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഭൂമി തന്നെ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ആളൊരു കിഞ്ചിട്ടെടുത്ത് വേറൊരു പ്ലാനറ്റിലേക്ക് തന്നെ പോവുകയാണ് ഏജ് ഓഫ് അൾട്രോണിൻ്റെ അവസാനം. അവിടെയാണ് നമ്മൾ അവസാനം ഹൾക്കിനെ കണ്ടത്. പിന്നെ കുറേ കാലത്തേക്ക് ഹൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഹൾക്കിനെ കാണുന്നത് തോർ റാഗ്നറോക്കിലാണ്. ഹൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നത് സക്കാർ എന്ന് പറഞ്ഞൊരു പ്ലാനറ്റിലാണ്. ഇവിടുന്ന് എർത്ത് വിട്ട് നേരെ മൂപ്പര് പോയത് അങ്ങോട്ടേക്കാണ്. അവിടെ ആക്ച്വലി ഈ ഒരു ബ്രൂസ് ബാനർ എന്നൊരു ക്യാരക്ടറായിട്ട് തിരിച്ച് ട്രാൻസ്ഫോം ആവാൻ ഹൾക്കിന് പറ്റുന്നില്ല. ആ ഒരു ഹൾക്ക് സ്റ്റേജിൽ തന്നെ റിമെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇരിക്കുന്ന ടൈമിൽ ഹൾക്കിന് കുറച്ച് ഇൻ്റലിജൻസ് ഒക്കെ വരികയും ആ ഒരു ക്യാരക്ടറിന് സംസാരിക്കാനുള്ള, പ്രത്യേകിച്ച് ഹൾക്കായിട്ട് ഇരിക്കുമ്പോൾ തന്നെ സംസാരിക്കാനുള്ള കഴിവൊക്കെ കിട്ടുന്നു ആ ഒരു പടത്തിലായിരുന്നു കാണിച്ചത്. ദെൻ തോർ വരും. തോർ ഈ ഒരു ക്യാരക്ടറിനെ ആ പ്ലാനറ്റിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകും. നേരെ അസ്കാഡിക്ക് പോകും. അസ്കാഡിൽ മറ്റേ
വലിയൊരു ത്രെട്ട് ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാനറ്റ് ഫുള്ളായിട്ട് നശിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അസ്കാഡി വെച്ച് വലിയൊരു ബാറ്റിലൊക്കെ നടന്ന് അസ്കാഡിയൻ പീപ്പിൾസുമായിട്ട് അസ്കാഡ് ഓൾറെഡി ആ ഒരു പ്ലാനറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി നശിച്ചു, തോറിൻ്റെ ബർത്ത് പ്ലേസ്. സോ അവിടെ നിന്ന് അവരെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാം. അവിടെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ഹൾക്കും ഉണ്ട് അവരുടെ കൂടെ. അപ്പോൾ ഹൾക്കും തോറൊക്കെ കൂടി അസ്കാഡിയൻസ് ഒക്കെ കൂടി തിരിച്ച് നാട്ടിലേക്ക് ഭൂമിയിലേക്ക് വരികയാണ്. ഈ വരണ വഴിയാണ് നമ്മുടെ താനോസിൻ്റെ മുമ്പിൽ പോയി ഇവർ പെടുക, താനോസിൻ്റെ ജെറ്റിന് മുമ്പിൽ. സോ താനോസ് ഈ തോറിൻ്റെ ഷിപ്പ് ഫുള്ളായിട്ട് ഡിസ്ട്രക്ട് ചെയ്യും, അസ്കാഡിയൻസിന് ഫുള്ളായിട്ട് കൊന്നൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു ലോക്കി മറ്റേ വി ഹാവ് എ ഹൾക്ക് എന്ന് പറഞ്ഞ അവർ കിഡിലൻ ഡയലോഗ് പറയുന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഈ താനോസും ഹൾക്കും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫൈറ്റിൻ്റെ അവസാനം ഹൾക്ക് തോറ്റു, താനോസ് മൂപ്പരെ ഡിഫീറ്റ് ചെയ്തു. അതിൽ ഈ ഒരു ക്യാരക്ടർ മാറുന്നുണ്ട്, ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ഇനിയൊരു പരിപാടിക്കില്ല, ഞാൻ ഇനി ഒരു അടിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ആക്ച്വലി ഒന്നൊരു പേടിക്കുന്നുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ട് ഹൾക്കിനെ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഭൂമിയിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ ഇഡ്രിസ് എൽബയുടെ ക്യാരക്ടർ. സോ അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ഇൻഫിനിറ്റി വാറിൻ്റെ തുടക്കത്തിൽ ഭൂമിയിലേക്ക് വരുന്നത്. വന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിയ ത്രെട്ട് ഉണ്ട്, നമുക്ക് താനോസ് വരുന്നുണ്ട്, ബാക്കി എല്ലാവരും ഒരുമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ എല്ലാം പല വഴിക്ക് ഈ സിവിൽ വാർ നടന്നു. സിവിൽ വാറിലൊന്നും ഈ ഹൾക്ക് പങ്കെടുത്തിട്ടില്ല. സിവിൽ വാർ നടന്ന് അവഞ്ചേഴ്സ് തന്നെ സ്പ്ലിറ്റായി. അയൺമാൻ ഒരു വഴിക്ക്, ക്യാപ്റ്റൻ അമേരിക്ക ഒരു വഴിക്ക്. സോ എല്ലാവരും ഒരുമിച്ച് കൂട്ടണമെന്ന് വന്ന് പറയുന്നത് നമ്മുടെ ഹൾക്കായിരുന്നു. പിന്നെ നമ്മൾ ഇൻഫിനിറ്റി വാറിലെ ഈവൻസ് ആണ് ഫുള്ളായിട്ട് കണ്ടത്. ഹൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ ബ്രൂസ് ബാനറിന് ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഹൾക്ക്. സോ ആ ഒരു ഇൻഫിനിറ്റി വാർ പടത്തിൽ മുഴുവനായിട്ട് മറ്റേ ഹൾക്ക് ബസ്റ്റർ ഉണ്ടായിരുന്നു. ഈ ഹൾക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി അയൺമാൻ ഹൾക്കിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആർമറായിരുന്നു. ഈ ഏജ് ഓഫ് അൾട്രോൺ സിനിമയിൽ അതിൻ്റെ ആക്ച്വലി ആ ഒരു ഇനീഷ്യൽ ബാറ്റിൽസ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടർ ഫുള്ളായിട്ട് ഡിസ്ട്രക്ട് ചെയ്യുന്നു, വെറുതെ കയറി ഇറങ്ങി നാട്ടിൽ ഫുള്ളായിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് അയൺമാൻ ഉണ്ടാക്കി കൊടുത്തൊരു സ്യൂട്ടാണ്. അതായത് ഈ ഹൾക്കിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തൊരു സ്യൂട്ടാണ് ഈ ഹൾക്ക് ബസ്റ്റർ. അത് വെച്ചിട്ടായിരുന്നു ഇൻഫിനിറ്റി വാറിൽ കംപ്ലീറ്റ്ലി ആ ഒരു ക്യാരക്ടർ ഫൈറ്റ് ചെയ്തു. പക്ഷേ ഇൻഫിനിറ്റി വാറിൽ താനോസ് ആയിരുന്നു ജയിച്ചത്. ആള് ഇൻഫിനിറ്റി സ്റ്റോൺ വെച്ച് സ്നാപ്പ് ചെയ്തപ്പോൾ ഭൂമിയിലുണ്ടായിരുന്ന ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ കംപ്ലീറ്റ്ലി വാനിഷായി, അവർ ബ്ലിപ്പിൽ പെട്ടു. പിന്നെ ഒരു 5 വർഷക്കാലത്തോളം ഉള്ള ടൈമിൽ ഒരു ഹൾക്കും ബ്രൂസ് ബാനറും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തു. അതായത് ഹൾക്കിൻ്റെ ബോഡിയും ബ്രൂസ് ബാനറിൻ്റെ ഇൻ്റലിജൻസും കൂടി മിക്സ് ചെയ്ത് ഒരു പ്രത്യേകതരം സ്മാർട്ട് ഹൾക്ക് അല്ലെങ്കിൽ പ്രൊഫസർ ഹൾക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ആയി. സോ അങ്ങനെയുള്ളൊരു ഹൾക്കിനായിരുന്നു നമ്മൾ എൻഡ് ഗെയിമിൽ കണ്ടത്. ഈ ഒരു ക്യാരക്ടറിന് തപ്പി ബാക്കിയുള്ള അവഞ്ചേഴ്സും ബാക്കി റിമൈനിങ് ആയിട്ട് ബ്ലാക്ക് വിഡോ ഉൾപ്പെടെ മറ്റ് അവഞ്ചേഴ്സൊക്കെ വരുന്നു, ഇവർ ടീമിലെടുക്കുന്നു. ദെൻ ആ ഒരു പടത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു ക്യാരക്ടർ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഇൻ്റലിജൻസ് ആണ് ഈ ഒരു ടൈം ട്രാവൽ മെഷീനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അവസാനം ഇൻഫിനിറ്റി ഗോൺലെറ്റ് യൂസ് ചെയ്ത് അവർ ഏറ്റവും കൂടുതൽ റേഡിയേഷനുള്ള ഗാമ റേഡിയേഷനുള്ള തൻ്റെ മേത്താണെന്ന് പറഞ്ഞ് ഇൻഫിനിറ്റി ഗോൺലെറ്റ് യൂസ് ചെയ്ത് സ്നാപ്പ് ചെയ്ത് പോയവരെ ഫുള്ള് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഹൾക്കായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഭയങ്കര ക്രൂഷ്യലായിരുന്നു എൻഡ് ഗെയിം എന്നൊരു പടത്തിൽ. പക്ഷെ അവസാനം സ്നാപ്പ് ചെയ്ത് തിരിച്ച് താനോസിനെ ഫുള്ള് കൊന്നത് നമ്മുടെ അയൺമാനാണ്, നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെയായിരുന്നു സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമ്മൾ അവസാനമായിട്ട് ഹൾക്കിനെ കണ്ടത് എൻഡ് ഗെയിം വരെ. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിനെ കാണുന്നത് സീരീസിലാണ്. നമ്മുടെ ഷീ ഹൾക്ക് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, അറ്റോണിയറ്റ് ലോ എന്ന് പറഞ്ഞു. അതായത് ആക്ച്വലി ഹൾക്കിൻ്റെ ഒരു കസിനായിട്ട് വരുന്നൊരു ക്യാരക്ടറാണ് ഈ ഷീ ഹൾക്ക് എന്ന സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന് ആക്ച്വലി ഈ ഒരു പവർ കിട്ടുന്നത് തന്നെ ബ്രൂസ് ബാനർ കാരണമാണ്, നമ്മുടെ ഹൾക്ക് കാരണമാണ്. ആളുടെ ഒരു ബ്ലഡ് ആളുടെ സെറം എടുത്ത് ഈ ഒരു ക്യാരക്ടറിന് ട്രാൻസ്ഫോം ആവും, ഇടയ്ക്ക് ട്രാൻസ്ഫർ ആവുന്നത് കൊണ്ടാണ് ആളുടെ കസിൻ ക്യാരക്ടറിനോ ഷീ ഹൾക്ക് എന്നുള്ള പവർ കിട്ടുന്നത്. ആ സീരീസ് വൻ കൂറ സാധനമാണ്. ഇതിന് അവസാനം സ്കാർ എന്ന് പറഞ്ഞിട്ട് ഈ ഹൾക്കിനൊരു മകനുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുള്ള സീരീസ് ആയിരുന്നു. പക്ഷേ അവിടം വരെയായിരുന്നു നമ്മൾ അവസാനമായിട്ട് ഈ ഒരു ഹൾക്കിനെ കണ്ടത്. സിനിമാറ്റിക് യൂണിവേഴ്സിലായിരുന്നെങ്കിൽ എൻഡ് ഗെയിമിലും ഇതിൽ ഷീ ഹൾക്കിലും. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ബ്രാൻഡ് ന്യൂ ഡേയിലാണ്. ഈ ഒരു പടത്തിൽ എത്തുമ്പോഴേക്കും ഈ ഒരു ക്യാരക്ടറിന് ആ കയ്യിലുള്ള പരിപാടി, അതായത് ആക്ച്വലി ബ്രൂസ് ബാനറായിട്ട് ആ ക്യാരക്ടർ തിരിച്ചു വന്നു. അതായത് നമ്മൾ ഷീ ഹൾക്ക് എന്ന സീരീസിൽ തന്നെ കാണിക്കുന്നുണ്ട്. മറ്റേ എൻഡ് ഗെയിം വരെ ഈ ഒരു സ്മാർട്ട് ഹൾക്ക് ആയിരുന്നെങ്കിൽ ഇതിലേക്ക് വന്നപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് അവർ ഹൾക്കിനെ സെപ്പറേറ്റ് ആക്കിയിട്ടും പഴയ പോലെ തന്നെ ബ്രൂസ് ബാനർ സെപ്പറേറ്റ് ആക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഈ ഒരു മറ്റേ അയൺമാൻ കൊടുത്തിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ മറ്റേ സ്പൈഡർമാനൊക്കെ നമ്മൾ സ്യൂട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അയൺമാൻ കൊടുത്തിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കയ്യിൽ ആ ഒരു സെൻസർ ഉണ്ട്, അത് വെച്ച് ഈ പറഞ്ഞ പോലെ എപ്പോഴൊക്കെയാണ് ഹൾക്ക് വരിക, ആംഗ്രി ആയ ഹൾക്ക് വരിക, ഒരു ഡിറ്റക്ടർ പോലത്തെ ഒരു സാധനമാണ്. സോ ഇപ്പോൾ കറൻ്റ് ആ ഒരു ക്യാരക്ടർ ബ്രൂസ് ആയിട്ട് ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു കോളേജിൽ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണും. പക്ഷേ എപ്പോൾ വേണമെങ്കിൽ ആ ക്യാരക്ടറിന് പെട്ടെന്ന് ട്രാൻസ്ഫോം ആയിട്ട് ഹൾക്കാവാം. നമ്മൾ ഓൾറെഡി ട്രെയിലറൊക്കെ കണ്ടിട്ട് ട്രാൻസ്ഫോം ആയിട്ടൊരു സീക്വൻസുകൾ. സോ ഇങ്ങനെയായിരുന്നു ഹൾക്കിൻ്റെ സ്റ്റോറി. ഇതേപോലെ തന്നെ നമുക്ക് പണിഷർ ഉണ്ട്, ഡെയർ ഡബിൾ ഉണ്ട്. ആക്ച്വലി ഈ പണിഷർ വരുന്നത് ഡെയർ ഡബിൾ സീരീസിലാണ്. അപ്പോൾ ഡെയർ ഡബിളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വിജിലാൻറ്റിയാണ് ഡെയർ ഡബിൾ. നൈറ്റ് ടൈമിൽ വിജിലാൻറ്റി ആയിട്ട് വർക്ക് ചെയ്യും, ഡേ ടൈമിൽ ഒരു ലോയറായിട്ട് വർക്ക് ചെയ്യും. ആൾക്ക് കണ്ണ് കാണില്ല. ചെറുപ്പത്തിൽ ഒരു ആസിഡ് അറ്റാക്ക് കാരണം, ഒരു കെമിക്കൽ ലീക്കുള്ള ഒരു റോട്ടിലുള്ള ഒരു ചെറിയ ഇൻസിഡൻറ്റ് കാരണം ആളുടെ
കണ്ണിൻ്റെ കാഴ്ചശക്തി ഫുള്ളായിട്ട് നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ ഡെയർ ഡെവിൾ. പക്ഷേ ആൾക്കുള്ള സൂപ്പർ പവേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഈ സെൻസറി കുറേ പരിപാടികൾ കൂടും. അതായത് കേൾക്കാനുള്ളതും മണക്കാനുള്ളതും. പിന്നെ ഈ കണ്ണിൽ കൂടെ തന്നെ മൂപ്പരുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു എക്സ്റേ പോലത്തെ ഒരു വിഷനാണ്. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ളൊരു ക്യാരക്ടറാണ്. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ പറക്കാനോ ചാടാനോ അങ്ങനത്തെ ഉള്ള സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. ഏകദേശം ഒരു നോർമൽ ഹ്യൂമനെ പോലെ തന്നെ, പക്ഷേ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഏകദേശം ഈ ഡെയർ ഡെവിളും പണിഷറും രണ്ടും ഈക്വൽ പോലെ തന്നെയാണെന്ന് പറയാം ഏകദേശം. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് പറയാൻ വേറെ സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. കമ്പയർഡ് ടു മറ്റു മാർവൽ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. മാർഷൽ ആർട്സ് ആണ് ഇവരുടെ മെയിൻ പരിപാടി. ഫസ്റ്റ് സീസണിലല്ല, ഡെയർ ഡെവിളിലെ മെയിൻ എതിരാളി വിൽസൺ ഫിസ്കാണ്. ആ ഒരു ക്യാരക്ടറാണ്. ഈ വിൽസൺ ഫിസ്കിനെ ഇത് മാത്രമല്ല നമ്മളിപ്പോൾ എക്കോ എന്നൊരു സീരീസിലും ദെൻ നമ്മുടെ ഹോക്കൈ സീരീസുകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. കുറേ അപ്പിയറൻസ് ഈ ഒരു ക്യാരക്ടർ നടത്തിയിട്ടുണ്ട് വിൽസൺ ഫിസ്ക് മാർവലിൽ തന്നെ. ദെൻ ആദ്യം നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ 2-3 സീസൺ ഉണ്ടായിരുന്നു ഡെയർ ഡെവിളിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ ഡെയർ ഡെവിളിലെ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ് 2 സീസണുകൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നു ഡെയർ ഡെവിൾ. ഫസ്റ്റ് സീസണിൽ മെയിനായിട്ട് വിൽസൺ ഫിസ്കിനെതിരെ ഫൈറ്റ് ചെയ്ത ഡെയർ ഡെവിൾ. സെക്കൻഡ് സീസണിലായിരുന്നു പണിഷറായിട്ട് പുതിയൊരു ത്രെട്ടായിട്ട് പണിഷർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനീഷ്യലി ആ സീസണുകളുടെ ഈ പണിഷറായിട്ടുള്ള ഫൈറ്റായിരുന്നു കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഹാൻഡ് എന്ന് പറഞ്ഞ് വേറൊരു ഓർഗനൈസേഷൻ വരുന്നുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ഫൈറ്റായിരുന്നു ഡെയർ ഡെവിൾ കൂടുതലായിട്ടും സെക്കൻഡ് സീസണിൽ നടത്തിയത്. ഈ ഒരു ഹാൻഡ് നമുക്ക് ഈ ഒരു ബ്രാൻഡ് ന്യൂ ഡേയിലും വരുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് സീസൺ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഡിഫൻഡർ എന്ന് പറഞ്ഞ സീരീസിലേക്കായിരുന്നു. ഈ ഡിഫൻഡറിൽ ഈ ഡെയർ ഡെവിളിനെയും പണിഷറിനെയും പോലെ തന്നെ ലൂക്ക് കേജും ജെസിക്ക ജോൺസും അയൺ ഫിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ നെറ്റ്ഫ്ലിക്സിൻ്റെ സൂപ്പർ ഹീറോസ് ഉണ്ട്. സോ ഈ ക്യാരക്ടേഴ്സിനോടൊക്കെ ഒരുമിച്ച് നമ്മളിപ്പോൾ അവഞ്ചേഴ്സ് കാണുന്ന പോലെ സീരീസിൽ കാണുന്ന ഈ സൂപ്പർ ഹീറോ ടീമുമായിട്ട് ഒരു കുഞ്ഞി അവഞ്ചർ ടീമുമായിട്ട് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മൾ ഡിഫൻഡർ എന്നുള്ള സീരീസിൽ കണ്ടത്. ഡിഫൻഡേഴ്സിലും മെയിൻ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഹാൻഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ്. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണാൻ പോകുന്നു. നമ്മുടെ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചില്ല, ഒരു റെഡി സൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു ജയിലിനകത്ത് ആ ഒരു ഓർഗനൈസേഷനാണ്. സോ അവരെതിരായിട്ട് ബന്ധമുണ്ട്. സോ അവിടെ നിന്നാണ് ഈ ഒരു ക്യാരക്ടേഴ്സ് വരുന്നത്. വെറുതെ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് കാണിക്കില്ല. ഓൾറെഡി ഈ 2 സീരീസുകൾ ഡെയർ ഡെവിളിലും ഈ പറഞ്ഞ ഡിഫൻഡർ സീരീസുകളൊക്കെ തന്നെ കാണിച്ചിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സിന് അവർ അവിടെ നിന്നായിരുന്നു വരുന്നുണ്ടായിരുന്നു. ദെൻ നെറ്റ്ഫ്ലിക്സിന് ആ ഒരു 3 സീസൺ കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്ത് ഡെയർ ഡെവിൾ ഡിസ്നി എടുത്ത് പിന്നീട് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ 2 സീസണുകൾ ഓൾറെഡി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് നമ്മൾ വിൽസൺ ഫിസ്ക് തന്നെയാണ് മെയിൻ വില്ലൻ. മറ്റു കുറച്ച് വില്ലൻസൊക്കെ വരുന്നുണ്ടെങ്കിലും മെയിൻ വില്ലൻ വിൽസൺ ഫിസ്ക് തന്നെയാണ്. ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ കുറച്ചും കൂടി പവർ കയറി ഒരു മേയറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഈ ഹെൽസ് കിച്ചൺ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവസാനം ഡെയർ ഡെവിൾ ഇപ്പോൾ ഉള്ളത് ജയിലിലാണ്, സീസൺ 2ൻ്റെ അവസാനം. സോ ആക്ച്വലി ആ ജയിലിൽ തന്നെയാണ് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണുന്ന ആ ഒരു ആക്ഷൻ സീക്വൻസുകളൊക്കെ കാണുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഉള്ളത് അതേ ജയിലിലാണ്. സോ ഒരുപക്ഷെ ഡെയർ ഡെവിൾ ഈ സിനിമയിൽ അപ്പിയർ ചെയ്യാവുന്നൊരു ചാൻസും ഉണ്ട്. ഓൾറെഡി നമ്മുടെ സ്പൈഡർമാനും നമ്മുടെ മാറ്റ് മർഡോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഡെയർ ഡെവിളും ഓൾറെഡി കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ലോയറായിട്ട് അവർ ജസ്റ്റ് ഒരു ഇഷ്ടേക്കല്ല അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പിടിക്കുന്നൊരു സീന് കണ്ടായിരുന്നു. തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയർ ഡെവിൾ ഷീ ഹൾക്ക് എന്നൊരു സീരീസിൽ അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു പറഞ്ഞ ഡെയർ ഡെവിൾ ബോൺ. സോ ഡെയർ ഡെവിൾ ഒരുപാട് അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഓൾറെഡി 3 സീരീസ് ഓഫ് ഡെയർ ഡെവിൾസും ഡെയർ ഡെവിൾ ബോൺ അഗെയിനും അതിൻ്റെ 2 സീസണുകൾ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഷീ ഹൾക്കിൽ വന്നിട്ടുണ്ട്, നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ വന്നിട്ടുണ്ട്. സോ ഓൾറെഡി സ്പൈഡർമാനായിട്ട് അറിയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഡെയർ ഡെവിൾ. ഇതേപോലെ തന്നെ ഈ പണിഷർ എടുത്താൽ ഞാൻ പറഞ്ഞു, പണിഷർ ഡെയർ ഡെവിൾ സീരീസിൻ്റെ സെക്കൻഡ് സീസണിലായിരുന്നു ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു പഴയ മിലിറ്ററി വെറ്ററനാണ്. ആളുടെ മകളും ഭാര്യയും മരിച്ചതിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു ക്യാരക്ടറായിരുന്നു ഈ ഒരു പണിഷർ. ഒരു സ്കള്ളിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഫുള്ളായിട്ട് നടന്നത്. ആളുടെ ആ ഒരു ഐഡിയോളജി തന്നെ കൊല്ലുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡെയർ ഡെവിളും സ്പൈഡർമാനും ആരെയും കൊല്ലില്ല, അവരുടെ ഐഡിയോളജി അങ്ങനെയായിരിക്കുന്നു. എല്ലാവരും നമ്മുടെ ബാറ്റ്മാനെ പോലെ തന്നെ എല്ലാവരും ജസ്റ്റിസിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ 2 ഐഡിയോളജി. അതിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന പണിഷർ. അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരില്ലല്ലോ, പിന്നെ അവർ ആരും ഉപദ്രവിക്കില്ലല്ലോ എന്നുള്ള സെറ്റപ്പിലാണ് ഒരു ക്യാരക്ടർ. പക്ഷേ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീസൺ കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ക്യാരക്ടറിൻ്റെ പരിപാടി ഫുള്ള് തീർന്നു. അതായത് ഈ ഭാര്യയും മക്കളെയും കൊന്ന ആൾക്കാരുടെ റിവെഞ്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ലൈഫിൽ തന്നെ ഒരു പർപ്പസ് ഇല്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ പണിഷർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പണിഷർ ഭയങ്കര റോഗായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരു സമയത്താണ് പണിഷർ 1 ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞാൽ അവസാനം ഇപ്പോൾ ഒരു സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം മുമ്പ്. ഇത് ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് ന്യൂ ഡേ ആയിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്ന സാധനമാണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്ന ഒരു സീരീസാണ്. ആ സീരീസ് അല്ല, ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് വരുന്ന ഒരു ഷോർട്ട് എപ്പിസോഡായിരുന്നു, ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു അത്, പണിഷർ 1 ലാസ്റ്റ് കിൽ. അതിലെന്താന്ന് പറഞ്ഞാൽ പണിഷറിൻ്റെ ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്. ആളെ മൂപ്പര് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറേ ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ ഒരു ബൗണ്ടി വെച്ച് ഈ പണിഷറിനെ ഹണ്ട് ചെയ്യുന്ന മൂപ്പരുടെ ഒരു പഴയ വില്ലനുണ്ട്. സോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ക്യാരക്ടർ നോക്കണതിൻ്റെ ഇടയിൽ മൂപ്പര് കാരണം
ബാക്കിയുള്ളവർ കിടന്ന് കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും നാട്ടുകാർക്കും സിവിലിയൻസിന് കുറേ പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയൊരു ക്യാരക്ടർ. ഈ കൊല്ലാൻ വരുന്നവരുടെ നിന്ന് ഓടി ഒളിക്കാതെ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സെറ്റപ്പ് കാണിച്ചിട്ടാണ് എപ്പിസോഡ് നിർത്തിയത്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ പർപ്പസ് ഇപ്പോൾ ഇത് മനസ്സിലാക്കിയെടുത്തു. അതായത് ഓൾറെഡി മകളും ഭാര്യയും മരിച്ചു, ആ ഒരു റിവഞ്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉള്ളത് നാട്ടുകാരെ രക്ഷിക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോമിങ് സ്റ്റേജിലാണ് ഇപ്പോൾ പണിഷർ എന്ന് കൂടി പറഞ്ഞ് നിർത്തുന്നുണ്ട്. അവിടെ നിന്നായിരിക്കും ഈ പറയുന്ന പോലെ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരു ക്യാരക്ടറിനെ കാണാം. പക്ഷേ സ്റ്റിൽ ഐഡിയോളജി വ്യത്യാസമുണ്ട്. ഹി വിൽ ഹേർട്ട്, മറ്റേ സ്പൈഡർമാൻ വിൽ നോട്ട് ഹേർട്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. സോ അവിടെ നിന്ന് എങ്ങനെയായിരിക്കും ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ആക്ച്വലി കോമിക്സിലൊക്കെ നമ്മൾ ഒരുപാട് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കൾമിനേഷനാണ് പണിഷറും സ്പൈഡർമാനും. ഇതേപോലെ തന്നെ ഡെഡ്പൂളും സ്പൈഡർമാനും ഇവർ ഒന്നിക്കണം. ഇനി വരാനിരിക്കുന്ന പടങ്ങളൊക്കെ ഇതേപോലെ അവർ തമ്മിൽ ഒരുമിച്ച് അപ്പിയർ ചെയ്യണം. സോ ഇങ്ങനെ രണ്ട്, ഇപ്പോൾ നമ്മൾ ഡെഡ്പൂളും വൂൾവറിനും കണ്ടില്ലേ, അതേപോലത്തെ ഒരു കോംബോ ആയിരിക്കും നമ്മൾ ഈ പറയാൻ പോകുന്നത് പണിഷറും നമ്മുടെ സ്പൈഡർമാൻ എന്നാണ് പ്രതീക്ഷ. സോ ഇവിടെ വരെയാണ് പണിഷറിൻ്റെ ഒരു ക്യാരക്ടർ. ഇനി സ്പൈഡർമാനിലേക്ക് വന്നാൽ ആദ്യമായിട്ട് ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ സിവിൽ വാറിലാണ്. ഫസ്റ്റ് ഒരു സ്റ്റാൻഡ് അലോൺ പടം കൊടുത്തിട്ടായിരുന്നില്ല. ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ആദ്യമായിട്ട് MCUവിൽ അപ്പിയർ ചെയ്യുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന പടത്തിലായിരുന്നു. അതിനകത്ത് ഓൾറെഡി ആ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി നമുക്ക് പറയുന്നില്ല, അതായത് കാണിക്കുന്നില്ല. അത് നമുക്ക് ഒരു പടത്തിലും ഇല്ല. അത് ഇവർ ജസ്റ്റ് ഡയലോഗ്സിൽ കൂടെ പറയുന്നതിൽ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ എങ്ങനെയായിരുന്നു നമ്മുടെ ടോബി മഗ്വയറുടെ ആൻഡ്രൂ ഗാർഫീൽഡിന് സ്പൈഡർമാനുള്ളത്, അതേപോലെ തന്നെ സെയിം ഒറിജിൻ സ്റ്റോറിയാണ് അങ്കിൾ ബെൻ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനെയും നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ കടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ആൾ സ്പൈഡർമാനായിട്ട് മാറിയത്. പക്ഷേ ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി കോമിക് അക്യുറേറ്റ് ആണ് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓർഗാനിക് വെബ് ഇടാനുള്ള കഴിവില്ല. നമ്മുടെ ടോബി മഗ്വയറുടെ സ്പൈഡർമാൻ വിട്ടാ വെബ് വരും. പക്ഷെ അതുപോലെ ആയിരുന്നില്ല ഇത്. നമ്മൾ കണ്ടത് നമ്മൾ അങ്ങനെയാണ് ക്യാരക്ടറിന് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം വെച്ചിട്ടായിരുന്നു ഈ ഒരു ഓർഗാനിക് വെബ് എന്നുള്ളത് ടോബി മഗ്വയറുടെ ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോം ഹോളണ്ടിൻ്റെ ക്യാരക്ടറിന് ഓർഗാനിക് വെബ് ഇല്ല. സ്പൈഡർമാൻ 8 കലി കടിച്ചിട്ടുണ്ടെങ്കിലും വെബ് ഇടാനുള്ള കഴിവില്ല എന്ന് അത്ര തന്നെ. ആക്ച്വലി ആ ഒരു കഴിവ് വരുന്നത് ഈ ഒരു പടത്തിലാണ്, ബ്രാൻഡ് ന്യൂ ഡേയിലാണ്. അതിൻ്റെ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് ഈ പറഞ്ഞ പോലെ ഓർഗാനിക് വെബ് ഇടാനുള്ള കഴിവ് വരുന്നതും കൊക്കൂണായിട്ട് മാറുന്നതും then ആ ഒരു കണ്ണ് കറുത്ത കളറായിട്ട് മാറുന്ന ഒരു സ്ട്രെങ്ത് കൂടുന്ന ഒരു സെറ്റപ്പൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു പടത്തിലാണ്. സോ ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു കഴിവില്ലാത്തത് കൊണ്ട് വെബ് ഷൂട്ടേഴ്സ് മൂപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വെബ് ഫ്ലൂയിഡ്സ് ഒക്കെ വെച്ചിട്ട് വെബ് ഷൂട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ വലവിട്ട് നടക്കുന്നത് എന്നാണ്. ഈ കാഡ്രിഡ്ജ് ഇടയ്ക്ക് മാറ്റണം, ആ ഒരു സെറ്റപ്പാണ്. സോ അങ്ങനെയാണ് ഒരു ക്യാരക്ടർ ആ ഒരു സ്യൂട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്വയം ഒരു കുഞ്ഞ് സെറ്റപ്പിൽ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറിനെ നമ്മുടെ ടോണി സ്റ്റാർക്ക് കണ്ടുപിടിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഈ ഒരു കുഞ്ഞ് പയ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യൂൻസിലുള്ള ഒരു കുഞ്ഞ് പയ്യനെ കണ്ട് അന്വേഷിച്ച് നമ്മുടെ ടോണി സ്റ്റാർക്ക് എത്തുന്നതാണ് സിവിൽ വാറിൽ നമുക്ക് കാണിച്ചത്. അത് കഴിഞ്ഞ് സിവിൽ വാറിൽ ഈ 2 ടീമായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2 ഐഡിയോളജി ആയിരുന്നു. ഈ 2 പേര് സ്പ്ലിറ്റ് ആവാനുള്ള മെയിൻ കാരണം സക്കോവി അക്കോർഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഡിസിഷൻ കാരണമാണ്. ഓൾറെഡി നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ഏജ് ഓഫ് അൾട്രോണിൽ ഒരുപാട് വലിയ ഡിസ്ട്രക്ഷൻ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ സക്കോവി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളും ദെൻ ഈ ഗവൺമെൻറ് തന്നെ ഈ അവഞ്ചേഴ്സ് ഇവരുടെ അണ്ടറിലെത്തണം എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു. സോ ഒരു അണ്ടർ പ്രഷർ സിറ്റുവേഷനിലായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു, ഒപ്പോസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അവഞ്ചേഴ്സ് വർക്ക് ചെയ്യണം എന്നതിനെ സപ്പോർട്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ അയൺമാനും സ്കാർലെറ്റ് ജോഹാൻസന്റെ ക്യാരക്ടർ. അങ്ങനത്തെ ബാക്കിയുള്ള മറ്റു കുറേ ക്യാരക്ടേഴ്സ് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും വാൻഡയും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സൊക്കെ തന്നെ. സോ അങ്ങനെ അവഞ്ചേഴ്സ് തന്നെ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ കൂടെ നിൽക്കാൻ അടിച്ചു നിൽക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞ് ടോണി സ്റ്റാർക്ക് വിളിച്ചിട്ട് വരികയാണ് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനെ. സോ സിവിൽ വാറിൽ സ്പൈഡർമാനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണി സ്റ്റാർക്ക് മുമ്പർക്ക് ഒരു സ്യൂട്ട് കൊടുക്കുന്നുണ്ട്. അതായിരുന്നു ആദ്യമായിട്ട് സ്പൈഡർമാനെ കിട്ടുന്ന സ്യൂട്ട്. സോ ടോണി സ്റ്റാർക്കാണ് മൂപ്പര് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു മെൻഡറായിട്ട് പിന്നീട് ടോണി സ്റ്റാർക്ക് വർക്ക് ചെയ്യുന്നത് മറ്റു സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിവിൽ വാറിൽ ആ ഒരു ചെറിയ പോർഷൻ, ആ ഒരു എയർപോർട്ട് ഫൈറ്റിൽ ആ ഒരു ചെറിയ പോർഷനിൽ മാത്രമാണ് ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് നമ്മൾ ഈ ഒരു ക്യാരക്ടറിന് കാണുന്നത് സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന് പറഞ്ഞ പടത്തിലാണ്. ആ ഒരു പടത്തിൽ വൾച്ചർ എന്ന് പറഞ്ഞൊരു വില്ലൻ ഉണ്ടായിരുന്നു. ഒരു ക്യാരക്ടർ ആരാന്ന് സ്പൈഡർമാൻ അറിയില്ല, ഒരു പ്രത്യേക ക്രിമിനൽ ഓർഗനൈസേഷൻ ആണെന്ന് മാത്രം ഇംഗ്ലീഷിൽ അറിയുമായിരുന്നു. സോ ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ അവഞ്ചേഴ്സ് പടം, ആ ഒരു പടത്തിൽ കിട്ടിയിരുന്ന കുറേ സ്ക്രാപ്സ്, അതായത് നമ്മുടെ ലോക്കി വന്ന് ഇൻവേഷൻ നടത്തിയിട്ടുള്ള ആദ്യത്തെ അവഞ്ചേഴ്സ് പടം. ഞാനിപ്പോൾ ഹൾക്ക് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അവഞ്ചേഴ്സ് പടം, നമ്മുടെ എല്ലാ അവഞ്ചേഴ്സും കൂടി ടീമപ്പ് ആയ ഫസ്റ്റ് പടമില്ല അത്. അപ്പോൾ ആ പടത്തിൻ്റെ ഇവൻറ്റ്സിന്, അതായത് ന്യൂയോർക്കിൽ ഫുള്ളായിട്ട് ആ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് അതിൽ നിന്ന് ബാക്കി കിട്ടിയ കുറേ തരികളുണ്ടാവുമല്ലോ, കുറേ വേസ്റ്റ് സ്ക്രാപ്സ്, അതായത് ഈ ലോക്കി കൊണ്ടുവന്നിട്ടുള്ള മറ്റേ ചിറ്റോരി ആർമി
ചിറ്റാരിയ അങ്ങനത്തെ ഒരു പേര്. ആ ആർമിയുടെ കുറേ സ്ക്രാപ്സ് അതൊക്കെ തരിവറുക്കി ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന കുറേ ആൾക്കാരായിരുന്നു ഈ വൾച്ചറിൻ്റെ ഗ്രൂപ്പ്. സോ അവരെ കണ്ടുപിടിച്ച് അവരെ ഡിസ്ട്രക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ജസ്റ്റിസിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സ്പൈഡർമാൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്പൈഡർമാൻ്റെ ആദ്യത്തെ ഒരു ലവ് ഇൻട്രസ്റ്റ് ലിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ അച്ഛനാണ് ഈ വൾച്ചർ എന്ന് പറഞ്ഞ മൂപ്പര് മനസ്സിലാക്കി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഓൾറെഡി അയൺമാൻ കൊടുത്ത നമ്മുടെ സിവിൽ വാറിൽ കൊടുത്ത ഒരു സ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഈ നമ്മുടെ സ്പൈഡർമാൻ കുറേ ക്രിമിനൽസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ തന്നെ ഒന്നും ഫലിക്കുന്നില്ല, കയ്യിൽ നിന്ന് പോണ പരിപാടിയാണ്. എപ്പോഴൊക്കെ മൂപ്പര് മിക്ക സമയത്തും ഈ ചങ്ങായി ചാവാൻ പോണ സെറ്റപ്പായിരുന്നു. അവിടെയൊക്കെ തന്നെ സ്പൈഡർമാൻ്റെ ഹെൽപ്പ് വേണമായിരുന്നു. സോ ഇങ്ങനെ കണ്ടു ഒരു 2-3 വട്ടം ഇതേ സാധനം റിപ്പീറ്റ് ചെയ്തപ്പോൾ അയൺമാൻ തന്നെ വന്നിട്ട് ഇനി നീ ഈ പരിപാടിക്ക് നിൽക്കരുത്, നീ പോയി വീട്ടിൽ പോയി ഇരിക്കുക, ഈ പരിപാടികൾക്ക് നമ്മൾ നോക്കും എന്ന് പറഞ്ഞ് ആ ഒരു സ്യൂട്ട് തിരിച്ചു വാങ്ങുകയാണ്. സോ ഇനി നീ എവിടെയും പോകണ്ടെന്ന് പറഞ്ഞ് സ്യൂട്ട് തിരിച്ചു വാങ്ങിയപ്പോൾ പഴയ പോലെ ഒരു സ്യൂട്ട് പുതിയതായിട്ട് ഈ സ്പൈഡർമാൻ ഉണ്ടാക്കിയിട്ട്, അതായത് ടോണിയുടെ ആ ഒരു ടെക്കില്ലാതെ ഉണ്ടാക്കിയിട്ടാണ് വൾച്ചറിന് പോയിട്ട് ഈ ക്യാരക്ടർ ഡിഫീറ്റ് ചെയ്യുന്നത്. സോ ആദ്യം അന്ന് മൂപ്പർക്ക് ഈ സെൻഡയുടെ നമ്മുടെ MJ എന്നൊരു ക്യാരക്ടറിനായിട്ട് ഒരു ലവ് ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെ ഫസ്റ്റ് പടത്തിൽ ഹോം കമ്മിങ്ങിൽ. അങ്ങനെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലെ ഇവൻസിന് ശേഷം ഈ ഒരു ക്യാരക്ടർ ഫീൽഡ് ട്രിപ്പ് പോണ വഴി, അതായത് സ്കൂളിൽ നിന്ന് ടൂർ പോണ വഴി ആണ് ഇൻഫിനിറ്റി വാർ നടന്നത്. അവിടെ നിന്നാണ് ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി, നമ്മുടെ സ്റ്റാൻലി അണ്ണൻ ഓടിച്ചിരുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഈ ഒരു ക്യാരക്ടർ സ്പേസ് വരെ എത്തുന്നത്. സോ അവിടെ എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അയൺമാൻ വേറെ സ്യൂട്ട് മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കൊടുത്തുള്ള സ്യൂട്ട് തിരിച്ചെടുത്തത് കൊണ്ട് കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള നാനോ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള സ്യൂട്ട് നമ്മുടെ സ്പൈഡർമാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ സ്പേസ് വരെ എത്തി അയൺമാൻ്റെ കൂടെ. അയൺമാൻ ഒരു മെൻഡറായിട്ട് വർക്ക് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞു, കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷേ സ്പേസിൽ വെച്ച് ഈ ആ ഒരു പ്ലാനറ്റിൽ വെച്ച് ഇൻഫിനിറ്റി വാറിൻ്റെ ഇടയിൽ താനോസ് മറ്റേ സ്നാപ്പ് ചെയ്ത സമയത്ത് സ്പൈഡർമാൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ബ്ലിപ്പിപ്പെടുകയാണ്, ഡിസപ്പിയർ ആവുകയാണ്. ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ ഫുള്ളായിട്ട് പോയ പോലെ. ദാറ്റ് ഡയറക്ട്ലി എഫക്ട്സ് അയൺമാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ അയൺമാൻ്റെ സ്പൈഡർമാൻ്റെ ആ ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു ഇൻഫിനിറ്റി വാറിലും അല്ലെങ്കിൽ ഇൻഫിനിറ്റി സാഗയിൽ തന്നെ വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അയൺമാനാണ് ഈ ഒരു ചെറിയ പയ്യനെ, ഈ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു പയ്യനെ വിളിച്ച് കൊണ്ടുവന്ന് ഇത്രയും വരെ എത്തിച്ചത്. ആളുടെ മുമ്പിൽ വെച്ചിട്ടാണ്, കൈ കിടന്നിട്ടാണ് സ്പൈഡർമാൻ മരിക്കുന്ന പോലെ, ഡിസപ്പിയർ ആവുന്ന പോലെ കണ്ടത്. സോ ആ ഒരു കാര്യം കൂടി ആയിരുന്നു ഈ ഒരു അയൺമാനെ തിരിച്ച് ഈ ഒരു ബ്ലിപ്പ് കൊണ്ടുവരാനും, അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം പിന്നീടും എൻഡ് ഗെയിമിലുള്ള ഇവൻറ്റ്സിന് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ എൻഡ് ഗെയിമിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഹൾക്ക് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിൽ നമ്മൾ സ്പൈഡർമാനും വന്നു, എൻഡ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവസാനം സ്നാപ്പ് ചെയ്ത് ടോണി മരിക്കും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ സാധനം നേരെ റിവേഴ്സ് ആയിട്ട് എങ്ങനെയായിരുന്നു ടോണിക്ക് പീറ്റർ പാർക്കർ, അതേപോലെ തന്നെ പീറ്ററിന് നേരെ തിരിച്ചും ടോണി എത്രത്തോളം ഇഷ്ടമായിരുന്നു. ഒരു മെൻഡർ സ്വഭാവത്തിലുണ്ടായിരുന്ന ഒരാളും കൂടി ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോയി. ഇനിയിപ്പോൾ മൂപ്പർക്ക് ആരുമില്ല, മൂപ്പർ ഒറ്റയ്ക്കാണെന്നുള്ള സെറ്റപ്പിലാണ്. പക്ഷേ മൂപ്പർ കൊടുത്തുള്ള കുറച്ച് സ്യൂട്ടും കാര്യങ്ങളും, കുറച്ച് ടെക്നോളജി, കുറച്ച് സാധനങ്ങൾ മൂപ്പരുടെ കയ്യിലുണ്ട്, സ്പൈഡർമാൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടായിരുന്നു തൊട്ടടുത്ത പടം സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം തുടങ്ങിയത്. അതിൽ മെയിൻ വില്ലൻ ക്യാരക്ടർ മിസ്റ്റീരിയോ ആയിരുന്നു. സോ ഈ പടം ഡയറക്റ്റ്ലി തുടങ്ങുന്നത് നമ്മുടെ എൻഡ് ഗെയിമിന് ശേഷമാണ്. സോ ഓൾറെഡി നമ്മുടെ അയൺമാൻ മരിച്ചതിൻ്റെ വിഷമത്തിലാണ് നമ്മുടെ സ്പൈഡർമാൻ ക്യാരക്ടർ. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ മിസ്റ്റീരിയോനെ കണ്ടുകൂട്ടുന്നത്. ഓൾറെഡി ഈ അയൺമാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹാപ്പി എല്ലാവരും കൂടി അയൺമാൻ്റെ കയ്യിലുണ്ടായിരുന്ന മിക്ക ടെക്സ് ഫുള്ള് ഈഡിത്ത് എന്ന് പറഞ്ഞ, പ്രത്യേകിച്ച് ഈഡിത്ത് എന്ന് പറഞ്ഞ ഒരു ടെക്ക് ഫുള്ള് ഈ സ്പൈഡർമാൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലായിരുന്നു, ഒരു കണ്ണാടിയിലായിരുന്നു ഈ സാധനം. സോ ഇത് അൺഫോർച്ചുനേറ്റ്ലി കുറേ മണ്ടത്തരം കാണിച്ചിട്ട് ഈ മിസ്റ്റീരിയോ ചതിയിലൂടെ നമ്മുടെ സ്പൈഡർമാൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. ആൾ വന്ന് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. ആക്ച്വലി മിസ്റ്റീരിയോ ഒരു ഫ്രോഡാണ്. പക്ഷേ ഇനീഷ്യലി നമ്മുടെ സ്പൈഡർമാൻ, നമ്മുടെ ടോം ഹോളൻ്റെ ക്യാരക്ടറിന് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ആൾ കുറേ സൂപ്പർ പവേഴ്സും ഒക്കെ യൂസ് ചെയ്ത് നാട്ടുകാരൊക്കെ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാനല്ല, അടുത്ത അയൺമാൻ അവിടെ താനാണെന്ന് പറഞ്ഞിട്ട് എന്നെക്കാൾ യോഗ്യനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടു എന്ന് മനസ്സിലായത്. സോ അത് പിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ബാറ്റിൽസിൻ്റെ ഇടയിൽ മിസ്റ്റീരിയോ മരിക്കും. കുറേ ഡ്രോൺസൊക്കെ യൂസ് ചെയ്ത് ആയിരുന്നു മിസ്റ്റീരിയോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റിൽ വെച്ച് മിസ്റ്റീരിയോ മരിക്കും. പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലോകത്തിന് മുമ്പിൽ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള ഒരു വലിയ റിവീൽ നടത്തിയിട്ടായിരുന്നു മിസ്റ്റീരിയോ മരിച്ചത്. അങ്ങനെയായിരുന്നു സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം അവസാനിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറഞ്ഞ പടം തുടങ്ങുന്നത്. ഈ ഒരു പടം തുടങ്ങി കഴിയുമ്പോഴേക്കും സ്പൈഡർമാനെ ആരാണെന്ന് ലോകം മുഴുവൻ. അതുകൊണ്ട് തന്നെ ആള് കാരണം ബാക്കി മൂപ്പറിൻ്റെ കൂടെയുള്ള ഇപ്പോൾ MJ ആയിക്കോട്ടെ, നെഡ് എന്ന ക്യാരക്ടറിനായിക്കോട്ടെ, നെഡ് ഫ്രണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ, ദെൻ MJ ആയിരുന്നു ഇപ്പോഴത്തെ മറ്റേ സെൻഡേറിൻ്റെ ക്യാരക്ടറായിരുന്നു ലവ് ഇൻട്രസ്റ്റ്. സോ ഇവർക്കൊക്കെ തന്നെ പ്രശ്നമാണ്. ഇവരൊക്കെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, മറ്റേ MIT അത് ജോയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ അഡ്മിഷനെ പോലും ബാധിക്കുന്ന രീതിയിലായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. സോ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ലൈഫ് പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ സ്ട്രേഞ്ചിനെ പോയിട്ട് കണ്ടിട്ട് ഞാനാണ് പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ലോകം മുഴുവൻ മറന്നു പോകാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് പോകുന്നുണ്ട് സ്പൈഡർമാൻ ക്യാരക്ടർ. അവിടെ വെച്ച് ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സ്പെല്ലിട്ട് നോക്കും,
എല്ലാവരും പീറ്റർ പാർക്കർ എന്നുള്ളത് ലോകം മുഴുവൻ എല്ലാവരും മറന്നു പോട്ടെ എന്ന് പറഞ്ഞൊരു സ്പെല്ലിടും. പക്ഷെ ആ ഇരുന്ന സമയത്ത് ആ സ്പെല്ലിനെ നമ്മുടെ സ്പൈഡർമാൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യും. പറഞ്ഞ് ഈ ഒരു ചെറിയ ആൾട്ടർനേഷൻ ചെയ്യണം. നമ്മുടെ എം ജിൻ്റെ ക്യാരക്ടറിന് ഓർത്ത് വെക്കണം, നെഡിന് ഓർത്ത് വെക്കണം, ആൻമേക്ക് ഓർത്ത് വെക്കണം, അങ്ങനെ ഹാപ്പിക്ക് ഓർത്ത് വെക്കണം. അങ്ങനെ പറഞ്ഞ് സ്പെല്ല് ബ്രേക്ക് ആവുകയാണ്. അവിടെ വെച്ചാണ് ഈ മൾട്ടിവേഴ്സ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു. സ്പൈഡർമാൻ ആരാന്ന് അറിയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഫുള്ള്, ഒരു കൂട്ടം വില്ലൻസും ഹീറോസും ഒക്കെ തന്നെ ഈ ഒരു യൂണിവേഴ്സിലേക്ക് പെട്ടെന്ന് കയറി വരും. ഫുള്ളായിട്ട് എല്ലാവരും വന്നില്ല. അതിനു മുമ്പ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ സ്പെല്ല് കംപ്ലീറ്റ്ലി നിർത്തി. അങ്ങനെ കയറി വന്നതാണ് നമ്മുടെ ടോബി മഗിരയുടെ യൂണിവേഴ്സിലുണ്ടായിരുന്ന ക്യാരക്ടേഴ്സും നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ യൂണിവേഴ്സിലുണ്ടായിരുന്ന സ്പൈഡർമാൻ്റെ വില്ലൻ ക്യാരക്ടേഴ്സൊക്കെ തന്നെ. ഗ്രീൻ ഗോബ്ലിനും ഒക്ടോപ്പസും ഇലക്ട്രോയും ദെൻ സാൻഡ്മാനും ലിസാർഡും ഒക്കെ വന്നു. എല്ലാം കൂടി വന്നു. എല്ലാ മെയിൻ വില്ലൻസ് ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്നു. അവരെ തന്നെ ഓരോരുത്തരായിട്ട് ട്രാക്ക് ചെയ്ത് ആദ്യം തന്നെ ട്രാപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ സ്പൈഡർമാൻ. അപ്പോഴേക്കും ഡോക്ടർ സ്ട്രേഞ്ച് പറയും ഇവർ തിരിച്ച് റിവേഴ്സായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് അവരുടെ യൂണിവേഴ്സിലേക്ക് തന്നെ വിടാനുള്ള ഒരു സാധനം ഡോക്ടർ സ്ട്രേഞ്ച് അപ്പം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഈ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കുക, ഇവർ തിരിച്ച് അവരുടെ യൂണിവേഴ്സിലേക്ക് പോയാൽ അവിടെയുള്ള സ്പൈഡർമാൻ്റെ കൈ കൊണ്ട് ഇവരൊക്കെ തന്നെ മരിക്കും. സോ അങ്ങനെ മരിക്കാണ്ടിരിക്കാൻ ഇവർ ഇവിടെ വെച്ച് തന്നെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ പിന്നീട് നടത്തുന്ന ശ്രമങ്ങളായിരുന്നു. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ചിന് ആ പരിപാടി നടക്കില്ല. ഇതിങ്ങനെ വിട്ടോണ്ടിരുന്നാൽ ശരിയാവില്ല, അവർ തിരിച്ചപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് പറയും. ഡോക്ടർ സ്ട്രേഞ്ച് നമ്മുടെ ഈ സ്പൈഡർമാനും തമ്മിലുള്ള ഒരു കോൺഫ്രൺട്രേഷൻ ഓൾറെഡി ആ ഒരു പടത്തിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാനം ആ പടത്തിൽ ഇതൊന്നും ശരിയാവില്ല, അവർ പഴയ സ്വഭാവം എടുത്തു, ആ വില്ലന്മാരൊക്കെ കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് ഈ സ്പൈഡർമാൻ കൊല്ലും എന്നായ സമയത്ത് നമ്മുടെ നെഡിന് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ ഒരു സ്ലിങ് കിട്ടുന്നുണ്ടായിരുന്നു. നെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ഫ്രണ്ട് സ്ലിങ് വെച്ച് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് കറക്കണ പോലെ കറക്കിയിട്ട് അത് ക്യാരക്ടറിനെ പെട്ടെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആ സാധനം പഠിച്ചെടുത്തത് കുറേ മാസങ്ങൾ കൂടിയിട്ടായിരുന്നു. നേപ്പാളിലൊക്കെ പോയിട്ട് നമ്മൾ കണ്ടതാണ് ഡോക്ടർ സ്ട്രേഞ്ച് പടത്തിൽ. ഈ ക്യാരക്ടർ വെറുതെ ഒന്ന് കറക്കിയപ്പോഴേക്കും ഈ പോർട്ടൽ ഓപ്പണായി. അതിൽ കൂടെ നമ്മുടെ ടോബി മഗ്വയറുടെ സ്പൈഡർമാനും ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാനും ചാടി വരുന്നത് കണ്ടു. പിന്നെ ആ ഒരു 3 സ്പൈഡർമാനും കൂടി ഒരുമിച്ചിട്ടായിരുന്നു ഇവരെല്ലാവരും ഡിഫീറ്റ് ചെയ്ത് ഓരോരുത്തരായിട്ട് ക്യൂർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്കും ഈ ഒരു മൾട്ടിവേഴ്സ് കംപ്ലീറ്റ്ലി കൊളാപ്സായി. ഈ ലോകത്ത് എത്രയൊക്കെ മൾട്ടിവേഴ്സ് ഉണ്ടോ, നമ്മുടെ ഇത് തന്നെ നമ്മൾ പറയുന്ന എർത്ത് 616 അങ്ങനെ എന്തായിരുന്നു 619 അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ആയിരുന്നു. എത്രാമത്തെ എർത്താണ് നമ്മുടെ ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഈ കാണുന്നത്. സോ ഇതുവരെയുള്ള മറ്റെല്ലാ മൾട്ടിവേഴ്സിലും ആയിരക്കണക്കിന് എർത്തുകളിലെ സ്പൈഡർമാൻ ആരാന്ന് അറിയുന്ന എല്ലാവരും ഹീറോസും വില്ലൻസും എല്ലാം കൂടി ഇതിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സിറ്റുവേഷൻ എത്തിയ സമയത്ത് ഒരു നിവൃത്തിയില്ലാതെ സ്പൈഡർമാൻ ആരാണെന്നുള്ളത്, ഇത് പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ സ്പെല്ലിടാൻ പോവാണ് ഡോക്ടർ സ്ട്രേഞ്ച്. അതിൽ കൂടെ എല്ലാവരും മറന്നു പോകും. അവസാനമായിട്ട് ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ സ്പൈഡർമാൻ നിർത്തിയത്. സോ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ആ സ്പെല്ലിട്ട് കഴിഞ്ഞപ്പോൾ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ളത് ലോകം ഫുൾ മറന്നു കഴിഞ്ഞു. ആർക്കും അറിയില്ല, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അങ്ങനെ ഒരു ക്യാരക്ടറേ ഇല്ല, ആർക്കും അറിയില്ല. സ്പൈഡർമാൻ ഉണ്ടായിരുന്നു അറിയാം, അത് ആരായിരുന്നു ആർക്കും അറിയില്ല എന്നുള്ള സെറ്റപ്പിലായിരുന്നു ആ പടം കൊണ്ട് അവസാനിച്ചത്. അവസാനം ഈ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു എക്യുപ്മെൻറ്റും ഇല്ല, അതായത് ഒരു ഗാഡ്ജറ്റ്സോ പരിപാടിയൊന്നുമില്ല. ആൾ തന്നെ പുതിയതായിട്ട് ഒരു സ്യൂട്ട് ഉണ്ടാക്കിയിട്ട്, ഒരു ക്ലാസിക് സ്പൈഡർമാൻ സ്യൂട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ക്രിസ്മസ് ടൈമിൽ ചാടി ഇറങ്ങി സ്ലിങ് ചെയ്ത് പോകുന്നതായിരുന്നു നമ്മൾ അവസാനം നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ അവസാനം നമ്മൾ കണ്ടത്. അവിടം വരെയാണ് ഒരു ക്യാരക്ടർ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ്ലി കാണാൻ പോകുന്നത് ഈ ഒരു പടത്തിലായിരിക്കും. സോ ഈ ഒരു പടം തുടങ്ങുന്ന സമയത്ത് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഈ കഴിഞ്ഞ പടത്തിൽ നോ വേ ഹോമിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മുടെ ആൻമേ മൂപ്പർക്ക് അവസാനം ആകെ ഉണ്ടായിരുന്ന ആൻമേ എന്നൊരു ക്യാരക്ടർ മരിച്ചു, ടോണി സ്റ്റാർക്ക് മരിച്ചു, എം ജി എന്നൊരു ക്യാരക്ടറിന് അയാളുടെ ആകെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന എം ജി എന്നൊരു ക്യാരക്ടറിന് പീറ്റർ പാർക്കർ ആരാന്നറിയില്ല, നെഡിന് ആരാന്നറിയില്ല. അതായത് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. ടോണിയുടെ ഒരു ടെക്കും ഇല്ല, ഒരു സ്യൂട്ടും ഒന്നുമില്ല. സോ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഈ ഒരു ക്യാരക്ടർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രാൻഡ് ന്യൂഡേ എന്ന്. ഇത് ബ്രാൻഡ് ന്യൂഡേ കോമിക്കിലുള്ളൊരു പേരാണ്, പക്ഷേ ഈ ഒരു പടത്തിന് നല്ല ആപ്റ്റായിട്ടുള്ളൊരു പേര് തന്നെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ എന്ന് പറയാം. സോ ഈ പറഞ്ഞ പോലെ ഹൾക്ക് വരുന്നുണ്ട്, പണിഷർ വരുന്നുണ്ട്, ഡെയർ ഡെവിൾ വരും. ദെൻ നമ്മുടെ സാഡി സിങ്കിൻ്റെ ഒരു ക്യാരക്ടർ, അതിനിപ്പോൾ ജീൻ ഗ്രേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ എക്സ്പാൻഡിൽ കണ്ടിട്ടുള്ള ജീൻ ഗ്രേ ആയിരിക്കുമോ, അതിന് ഇത് വേറെ ആയിരിക്കും എന്നൊന്നും അറിയില്ല. അതൊക്കെ ഇനി പടം വന്നാലേ അറിയില്ല. ഇങ്ങനെയായിരുന്നു ഒരു ക്യാരക്ടർ അവസാനം കൊണ്ട് ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലുള്ളത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല, ഒറ്റയ്ക്കാണ്, ആരുടെ സപ്പോർട്ടും ഇല്ല, ആർക്കും മൂപ്പരെ അറിയില്ല, ഒരൊറ്റ ആൾക്ക് ഓർമ്മയും കൂടി ഇല്ല, അവഞ്ചേഴ്സിൻ്റെ സപ്പോർട്ടില്ല, അയൺമാൻ്റെ സപ്പോർട്ടില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ്. ജസ്റ്റ് ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പടം കൊണ്ട് നിർത്തിയിട്ടുള്ളത്. സോ ഇനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂഡ് ഇറങ്ങി കഴിയുമ്പോൾ കാണാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡായ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി ഞാനിവിടെ പറയുന്നില്ല, കാരണം ആ ഒരു റീക്യാപ്പ് പോലെ നമുക്ക് അതുവരെ എന്തൊക്കെ വേണം എന്നുള്ളത് മാത്രമായിട്ട് ഞാനിവിടെ പറഞ്ഞത്. സോ ഇതിൽ എന്തെങ്കിലും ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക, എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.